ഓടും കുതിര ചാടും കുതിര ഒക്കെ സീക്ക ഞാൻ കണ്ടു. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. വലിയ വാവൊന്നും പറയാനൊന്നുമില്ല. അത്യാവശ്യം തരക്കേടില്ലാത്ത കോമഡി ഇമോഷൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു പടമാണ്. പിന്നെ ഫാഫ ഇപ്പൊ അടുത്ത് കുറെ പടങ്ങളൊക്കെ വ്യത്യസ്തമായ കഥകളൊക്കെയാണ് പുള്ളി ചൂസ് ചെയ്യുന്നത്. അപ്പം ഇതും അതേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ആയത്. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കളർഫുൾ ആയിട്ടാണ് എനിക്ക് സംഭവം ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ചിരിക്കാനുള്ള കുറച്ച് കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഈ എന്താ പറയുക ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് കോമഡിക്ക് വേണ്ടിയിട്ട്. കുറച്ച് സ്വരാജിനെ പോലൊക്കെ എനിക്ക് സ്വരാജിനെ അനുകരിക്കുന്നത് പോലൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. കാരണം ലാലാണെങ്കിലും കല്യാണി ആണെങ്കിലും ഫാഫ ആണെങ്കിലും മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കഥക്കാവശ്യമായ രീതിയിൽ അവരൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങ് അബദ്ധമായിട്ടൊന്നും എനിക്ക് ഈ പടം ഫീൽ ആയിട്ടില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഫീലിൽ തന്നെയാണ് ഞാൻ പോയത്. എനിക്ക് വലിയ അബദ്ധമായിട്ടൊന്നും സംഭവം ഫീൽ ആയില്ല. അപ്പം പിന്നെ കുറച്ച് നീട്ടി വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഈ പടത്തിനകത്ത് ശരിക്കും ഫീൽ ആവുന്നുണ്ട്. അതല്ലാതെ ഇത് മഹാബദ്ധപ്പെടാന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതുമുണ്ട്. വ്ലോഗ് പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ വ്ലോഗൊന്നും കാണണ്ട, ഈ റിവ്യൂസ് ഒന്നും കാണണ്ട. കാണാതെ പോയിട്ട് കാണുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പടം നല്ലതാണോ മോശമാണോ എന്നുള്ളത്. പിന്നെ ഞാൻ പോയ തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തിനും എൻ്റെ സ്വന്തം വൈഫിനെ നന്നായി ചിരിച്ച് എൻജോയ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും വൈഫിനും തിരക്കേടില്ല എന്നാണ് തോന്നിയിരിക്കുന്നത്. കുറേ ഓവറായിട്ടൊന്നുമില്ല, എന്നിരുന്നാലും കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്.